വിശദാംശങ്ങളിലേക്ക് പോകാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ രാജ്യം വിട്ടു. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് രാഹുൽ രാജ്യം വിട്ടത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, രാഹുലിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഇപ്പോൾ രാഹുൽ രാജ്യം വിട്ടതായി എങ്ങനെ സ്ഥിരീകരിക്കുന്നുണ്ട്? രാഹുലിൻ്റെ അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഈ സംബന്ധിച്ച സൂചനകൾ നൽകുന്നത്. രാഹുൽ രാജ്യം വിട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വഴിയാണ് രാഹുൽ രാജ്യം വിട്ടത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് രാഹുൽ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കടന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പോലീസ് അന്വേഷണ സംഘം ഒരു വിഭാഗം ഇപ്പോഴും കർണാടകയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റ് രണ്ട് സംഘങ്ങളായാണ് പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഫറോക്ക് ACP സജു K എബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. അതിലൊരു സംഘം കർണാടകയിൽ അന്വേഷണം നടത്തുന്നു. കാരണം പോലീസ് ഈ ഒരു വാദം പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം ഈ രാഹുൽ കർണാടകയിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ആരുടെയെങ്കിലും വീട്ടിലും മറ്റും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. എങ്കിൽ കൂടിയും രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ രാജ്യം വിട്ടു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ഈ സംഭവം നടന്ന അതായത് 12 മുതൽ കഴിഞ്ഞ ദിവസം വരെ 3 ദിവസത്തോളം രാഹുൽ ഇവിടെ ഉണ്ടായിട്ടും പോലീസിനെ പിടികൂടാനായില്ല എന്നൊരു ആക്ഷേപം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷമടക്കം അത് ശക്തമായി ഉന്നയിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പന്തീരാങ്കാവ് SHOക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വനിതാ കമ്മീഷൻ പോലീസിൻ്റെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ പന്തീരാങ്കാവ് പോലീസിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി അത് ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം അതായത് ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് രാഹുലും സമ്മതിക്കുന്നു, രാഹുലിൻ്റെ കുടുംബവും സമ്മതിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്തായാലും വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വാദം പൂർണ്ണമായും പോലീസ് മുഖവിലക്ക് എടുത്തിട്ടുമില്ല. ഫിജി. ശരി റിയാസ്. കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തെ കർശനമായ അന്വേഷണം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നെ അറിയിച്ചതായും സർക്കാർ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു.